കൂട്ടുകാരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായ മൂൺലൈറ്റ് ഫിലിംസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചും അതിൻ്റെ സമീപപ്രദേശങ്ങളും ആണ്. നമ്മൾ മുൻപ് ഇത് ചിത്രീകരിച്ചിരുന്നു, പക്ഷേ കോവിഡിന് ശേഷമുള്ള കാഴ്ചകൾ നമുക്ക് കാണണ്ടേ. അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത്. നമ്മൾ സമയം കളയാതെ തന്നെ ഇന്നത്തെ ഈ ഒരു കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. 3 ഷോപ്പുകളും ചെറുകിട കച്ചവടങ്ങളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഉപ്പിലിട്ട നെല്ലിക്ക, പൈനാപ്പിള്, മാങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ തൊട്ടടുത്തായിട്ട് ഐസ്ക്രീം കടകൾ. ഞങ്ങൾ പൊതുവെ ഇവിടെ ഞങ്ങൾ 1-2 സ്ഥലങ്ങളിൽ കയറിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, അതായത് കോവിഡിന് ശേഷം അവരുടെ സെയിലും കാര്യങ്ങളൊക്കെ വളരെ ഡള്ളാണ്, ആരും വരുന്നില്ല എന്നുള്ളതാണ്. സോ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അവരെയും കൂടെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പല സ്ഥലങ്ങളിലും ചെറുകിട കച്ചവടങ്ങളൊക്കെ ഓപ്പണായിട്ട്, ചെറുകിട കച്ചവടങ്ങൾ, അതുപോലെ തന്നെ ആൻറ്റിക് ഐറ്റംസ്, ഇങ്ങനെ പല രീതിയിലുള്ള സെയിലുകളും, ഈവൻ റെസ്റ്റോറൻറ്റ്സ് പോലെ ഓപ്പണാണ്. സോ നമ്മുടെ ഈ ഒരു കാഴ്ച പോകുന്നത് ഒരു കപ്പലിലേക്കാണ്. നമ്മൾ അതിൻ്റെ സമീപപ്രദേശം നമ്മൾ നോക്കുമ്പോൾ കുറച്ച് ഫിഷിംഗ് ബോട്ടുകളൊക്കെ കാണുന്നുണ്ട്. ഈ സമയങ്ങളൊക്കെ മത്സ്യബന്ധനങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പലയിടങ്ങളിലുമായിട്ട് നമുക്ക് വിളക്ക് മരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ തിരികെ ആ കപ്പലിൻ്റെ ഭാഗത്തേക്ക് തന്നെ പോകുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചില ഫിഷിംഗ് ബോട്ടുകളൊക്കെ വരുന്നുണ്ട്. കണ്ടോ, അതിൻ്റെ ഏകദേശം അതിൻ്റെ സമീപപ്രദേശമായിട്ടൊരു വിളക്കുമരമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൂരെ പലയിടങ്ങളിലായിട്ട് വിളക്കുമരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സെക്കൻഡ് ലോക്ക്ഡൗണിന് ശേഷം പലരും ഇവിടേക്ക് ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ വലിയ തിരക്കില്ല. മൂൺലൈറ്റ് ഫിലിംസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കവിടെ സമർപ്പിക്കുന്നത് smartwebbing.com കൊച്ചി. ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ യഥാസമയം അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തുന്നതാണ്. പോകാം. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഈ കടൽ കാറ്റെല്ലാം കൊണ്ട് നമ്മളിങ്ങനെ ഈ ഒരു നടപ്പാതയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പം മുമ്പ് പറഞ്ഞതന്നെ വീണ്ടും പറയുകയാണ്, ഇവിടെയുള്ള ചെറുകിട കച്ചവടക്കാർ അവർ ഈ കോവിഡിന് ശേഷം അവരുടെ ആ വരുമാന മാർഗ്ഗമൊക്കെ ഏകദേശം ഒരു താറുമാറായിരുന്നൊരവസ്ഥയാണ്. സോ നമ്മുടെ ഒരു പ്രോത്സാഹനം അവരാവശ്യപ്പെടുകയാണ്. നമ്മൾ ആ ബീച്ചിൻ്റെ ആ മനോഹരമായ കാഴ്ചകളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം കണ്ട കപ്പൽ തന്നെ വീണ്ടും കാണുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഫിഷിങ്ങിൻ്റെ ഒരു റൈറ്റ് ടൈമാണ്. പല സ്ഥലങ്ങളിലും മത്സ്യബന്ധനം നടക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയത്, നമ്മളിവിടെ ഇങ്ങനെ നോക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ കല്ലറ ഇങ്ങനെ ഇളക്കിയിരിക്കുന്നത് കാണുന്നുണ്ട്. കണ്ടോ, അത് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇത് ഈ ഫ്ലഡ് വന്ന ശേഷം അത്രയും ഇതായിട്ടുണ്ട്. സോ ഇതൊരു കയർ കെട്ടിയിട്ടേക്കാണ്. സോ അതിൻ്റെ അകത്തോട്ട് ദയവ് ചെയ്ത് ആരും ഫോട്ടോ എടുക്കാനോ മറ്റും പോകരുത് എന്ന് ഓർപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ കൽക്കെട്ടിലൊക്കെ ഇരിക്കാം, എന്നാലും നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പുവരുത്തുക. എല്ലാവരും ഒരു സെൽഫി ഭ്രമമുള്ളവരാണ്, ഞാൻ ഉൾപ്പെടെ. പക്ഷേ ഒരു അല്പനിമിഷത്തെ ഒരു ആസ്വാദനത്തിന് വേണ്ടി നമ്മുടെ ജീവൻ നമ്മൾ പണയം വെച്ച് കളിക്കരുത് എന്ന് ഓർപ്പിക്കുകയാണ്. പല സ്ഥലങ്ങളിലും അപകടം പതിയിരിപ്പുണ്ട്. നമ്മൾ കാണിക്കാൻ കാരണം നമ്മൾ കഴിഞ്ഞ തവണ
ഫോട്ടോ കൊച്ചി എടുത്ത സമയത്ത് ഈ ഒരു ഏരിയ ഒക്കെ നിങ്ങളെ കാണിച്ചിരുന്നു. അത് പ്രതികൂലമായ കാലാവസ്ഥയുടെ കാരണം എല്ലാം കുറേയൊക്കെ നാമാവശേഷമായിട്ട് പിന്നെ മുറുക്കൊക്കെ ഉണ്ടാക്കുന്നത് ഇടിയപ്പം, മുറുക്ക്, മിക്സർ, കേക്ക്. ഓക്കെ ഓക്കെ, അതിൻ്റെ അച്ചാണത് അല്ലേ? ഓക്കെ ഓക്കെ കേക്കിൽ ഐസിങ് ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ ടൈപ്പ് 15 ടൈപ്പ് അച്ചുണ്ട്. ഈ വേറെ അച്ചുണ്ട് കേക്കിൽ ഐസിങ് ആക്കണം. ഓ അത് ശരി. എങ്ങനെ പിസ്സാക്കാം, കേക്ക് ഐസിങ്, പല ഡിസൈൻസിലും നമുക്ക് ഈ ചെറിയൊരു സാധനമാണെങ്കിൽ ഇത് നമുക്ക് പക്കവടയ്ക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്നത്. പക്കോട കാണുമ്പോൾ ഒരു കുഞ്ഞിനാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ ഒറ്റ സാധനങ്ങൾ ഉണ്ടാക്കും. എത്ര റേറ്റ് വരുന്നത്? 100 രൂപ. 100? വന്നിട്ട് ഇതിൻ്റെ വേറെ ठीक है, समझे ना क्या सर? ये नेचुरल प्लांट है, ये पानी में डाले तो इससे ग्रीन होता है। बॉटल में ग्लास में पानी लेकर रखो, 3 साल तक इससे हरा भरा रहता है सर। एक 30 रुपये 30 रुपीज़ का है, 1 पीस में ऐसा आएगा। ये 3 पीस का है, ये 2 पीस और ये 7 पीस का है। बॉटल में ग्लास में पानी लेकर रखो। നമ്മൾ ഈ കാണുന്നത് ഒരു ചീനവലയാണ്. ശരിക്കും പറഞ്ഞാൽ ഫ്ലഡൊക്കെ ശരിക്കും എഫക്റ്റ് ചെയ്തിരുന്നു, വെള്ളമൊക്കെ ശരിക്കും കയറിയിരുന്നു. ഇപ്പം ഒരുപാട് പായലൊക്കെ വേണമെങ്കിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ വന്ന സമയത്ത് ചീനവലയൊക്കെ ഇങ്ങനെ വെള്ളത്തോട്ട് എറിയുന്നതൊക്കെ നമ്മൾ കണ്ട. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ലേഡീസാണ്. ഇവിടെ പല സ്ഥലങ്ങളിലും ഫാൻസി ഐറ്റംസൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഈ ബോംബെ കൂട 30 രൂപ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പാക്കറ്റിലും ടിന്നിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ വള്ളങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, എല്ലാം ഇങ്ങനെ മൂടിയൊക്കെ ഇട്ടേക്കുകയാണ്. അവിടെ ഒരു പാർട്ടി ചീനവലയുടെ ഒക്കെ അടുത്തിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. നമ്മളിവിടെ നമ്മുടെ കണ്ണോടിക്കുന്ന സമയത്ത് ഇവിടെ കരിമീൻ, കൊഞ്ച്, അതുപോലെ തന്നെ ഒരുപാട് മത്സ്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ കല്ലിൽ നിന്ന് പിടിച്ചിട്ട് വിൽക്കുന്നതാണ്. എവിടെയുണ്ട്, എവിടെയും പല സ്ഥലങ്ങളിലും കൊഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാ കൊഞ്ച്, അതുപോലെ തന്നെ കണവ, ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ, ഒരുപാട് മത്സ്യങ്ങൾ. എവിടെയും ഒരുപാട് വള്ളങ്ങൾ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്. ഒരു കപ്പലിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും പല സ്ഥലങ്ങളിലും ഇവിടെയൊക്കെ ഈ ഒരു ഭാഗം ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് കൊഞ്ചാണ്. ഇപ്പം പിടിച്ചതേ ഉള്ളൂ. അനക്കമുണ്ടല്ലോ, അനക്കമുണ്ട്. എന്താ ഇവിടെ ഞണ്ടിനെ ഇങ്ങനെ ചാടി പോരുന്നത് കെട്ടിയിട്ടേക്കാട്ടോ.
അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് തിരികെ പോരുമ്പോൾ കുറേ മത്സ്യങ്ങൾ, വിവിധ ഇനം മത്സ്യങ്ങൾ ഇവിടെ ഇങ്ങനെ വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എന്ത് രസമെന്നറിയോ, ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് ഫിഷസ് ഇവിടെ സെയിൽസിന്. ഇപ്പം നമ്മളിവിടെ വന്നേക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള സെയിൻറ്റ് ഫ്രാൻസിസ് അസീസി CSI ചർച്ചാണ്. വാസ്കോ ഡ ഗാമയെ അടക്കിയിരിക്കുന്നത് ഈ ദേവാലയത്തിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കല്ലറയൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാനുള്ള നിർവാഹമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനുള്ള പെർമിഷൻസും നമുക്കില്ല. ആ ഒരു പഴമ വളരെയധികം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ അധികാരികൾ. ഇത് ഫോർട്ട് കൊച്ചി എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ മേജർ അട്രാക്ഷൻസിലൊന്നാണ് ഈ ഒരു ചേർച്ച് എന്ന് പറയുന്നത്. സോ ഇവിടെ വരുന്നവരാരും തന്നെ ഈ ഒരു ദേവാലയം മിസ്സാക്കാറില്ല. ഇതാണ് സെയിൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ച് ദേവാലയം. അവിടെ നിന്ന് നമ്മൾ തൊട്ടടുത്ത കാഴ്ചയിലേക്ക് വന്നു. വാസ്കോ ഹോം സ്റ്റേ. വാസ്കോ ഡ ഗാമ ഒരു കാലത്ത് ഇവിടെയാണ് തങ്ങിയിരുന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്ന് ഇവിടെ ആരും സ്റ്റേ ഒന്നുമില്ല, പക്ഷേ ധാരാളം സിനിമകൾക്കായിട്ട് അതിൻ്റെ ഷൂട്ടിങ്ങിനായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. നമുക്ക് ഒരു പക്ഷേ നാം ബിഗ് ബി കണ്ട സമയത്ത് ഈ ഒരു ഏരിയ നമുക്ക് ചിലപ്പം ഓർമ്മയുണ്ടാവാം. അതിവിടെയാണ് ചിത്രീകരിച്ചത്. ബിഗ് ബി മാത്രമല്ല കേട്ടോ, ധാരാളം സിനിമകൾ ഈ ഒരു ഭാഗത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. സോ ഇന്ന് ഷൂട്ടിങ്ങിനായിട്ട് വിട്ടുകൊടുക്കുന്ന ഇടങ്ങളിലൊന്ന് തന്നെയാണ് ഈ ഒരു വാസ്കോ ഹോം സ്റ്റേ എന്ന് പറയുന്നത്. നമുക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു സൂം ചെയ്ത ഒരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, വളരെ മനോഹരമായ ഒരു കാഴ്ച. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചിത്രീകരിച്ച ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ ഒരു വീഡിയോ പറ്റി നിങ്ങൾക്ക് പറയാനുള്ള എന്ത് തന്നെയായിരുന്നാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒന്നാണ്, ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ ടൈംലി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളുടെ വീഡിയോസ് എന്തു തന്നെയായിരുന്നാലും നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ വെബ്സൈറ്റ്സ്, അതുപോലെ തന്നെ ഇതര സേവനങ്ങൾ ആൻഡ് മൊബൈൽ ആപ്ലിക്കേഷൻസ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീഡിയോ ക്രിയേഷൻ ആയിരിക്കാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും താഴെ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത ദിവസം മറ്റൊരു പുതുമയുള്ള എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് മൂൺലൈറ്റ് ഫിലിംസ് നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് smartwebin.com കൊച്ചി.